ഈ വർഷം മുതൽ മാറി വന്ന 7ാം ക്ലാസ് പാഠപുസ്തകത്തിലെ വാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ പഴയതുപോലെ തന്നെയാണ്. ആദ്യത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരമെഴുതണം. പിന്നീടുള്ള 5 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരമെഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ പ്രവർത്തനം, നഖ്റ ഉൽ ഖിസ്സത്ത, നമുക്ക് കഥ വായിക്കാം. വനുജീബു അനിൽ അസ്ഇലത്തി താലിയ, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം. റാത്ത സബാഹിൻ, ഒരു പ്രഭാതത്തിൽ, ത്വാറ ഉസ്ഫൂറുൻ മിൻ ഉശ്ശിഹി, ഒരു കുരുവി തൻ്റെ കൂട്ടിൽ നിന്നും പറന്നു. ജായൻ, വിശന്നുകൊണ്ട്. ബദ അ, അവൻ തുടങ്ങി. യബഹസു ത്വാമ, ഭക്ഷണം സെർച്ച് ചെയ്യാൻ തുടങ്ങി. വ ത്വാറ ബഈദൻ, അങ്ങനെ അവൻ വിദൂരതയിലേക്ക് പറന്നു. ഫറ അ ബബ്ഗ അ ഫി ഖഫസിൻ ജമീലിൻ, അപ്പോഴതൊരു ഭംഗിയുള്ള കൂട്ടിലിരിക്കുന്ന ഒരു തത്തയെ കണ്ടു. മനുഷ്യർ കിളികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കൂടിനാണ് ഖഫസ് എന്ന് പറയുന്നത്. ഉഷ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് വേണ്ടി സ്വയം ഉണ്ടാക്കുന്ന കൂട്. ലദൈഹ ത്വആമുൻ വ ശറാബുൻ കസീറുൻ, ആ തത്തയുടെ അടുക്കൽ ധാരാളം ഭക്ഷണപാനീയങ്ങളുണ്ട്. ഖാലൽ ഉസ്ഫൂറു, അത് കണ്ടപ്പോൾ കുരുവി പറഞ്ഞു. മാ അജ്മല ഹയാതക്, നിന്റെ ജീവിതം എന്തൊരു സുന്ദരമാണ്. ലദൈക്ക് ത്വആമുൻ കസീറുൻ, നിന്റെ അടുക്കൽ ധാരാളം ഭക്ഷണമുണ്ട്. തഅക്കുലീന വ തശ്റബീന റഗദൻ, നീ സുഭിക്ഷമായി കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നു. ഖാലത്തിൽ ബബ്ഗാ ബിഹുസ്നിൻ, അപ്പോൾ ബബ്ഗാ, തത്ത, ദുഃഖത്തോടെ മറുപടി പറഞ്ഞു. ലദയ്യ ത്വആമുൻ കസീറുൻ, എൻ്റെ അടുക്കൽ ധാരാളം ഭക്ഷണമുണ്ട്. വലാക്കിൻ, പക്ഷേ, അന സജീനുൻ, ഞാനൊരു തടവുകാരനാണ്. ലാ അസ്തതിഉ അൻ അത്തീറ മിസ്ലക, നിന്നെ പോലെ എനിക്ക് പറക്കാൻ കഴിയുകയില്ല. അൽ ഹുരിയത്തു, സ്വാതന്ത്ര്യം, ഹിയ സഅദ, അതാണ് സൗഭാഗ്യം. ലി അൻ അജുഅ വ അന ഹുർറുൻ, ഞാൻ സ്വതന്ത്രനായിരിക്കെ വിശക്കൽ, അഹബ്ബു ഇലയ്യ, എനിക്ക് പ്രിയപ്പെട്ടതാണ്. മിൻ അൻ അഷ്ബഅ വ അന സജീനുൻ, തടവുകാരനായിരിക്കെ എൻ്റെ വയറു നിറയുന്നതിനേക്കാൾ, തടവിലായിക്കൊണ്ട് വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം സ്വാതന്ത്ര്യത്തോടെ വിശന്നുകൊണ്ട് പറന്ന് നടക്കുന്നതാണ്. ഇതാണ് കഥ. ഇനി ചോദ്യങ്ങൾ നോക്കാം. ലിമ, എന്തിനു വേണ്ടിയാണ് ഖറജൽ ഉസ്ഫൂറു, കുരുവി പുറപ്പെട്ടത്. മിൻ ഉശ്ശിഹി, തൻ്റെ കൂട്ടിൽ നിന്നും. ഓപ്ഷൻ എ, ത്വലബൻ ലി സ്വദീഖിഹി, തൻ്റെ കൂട്ടുകാരനെ അന്വേഷിച്ചുകൊണ്ട്. ബി, ത്വലബൻ ലി ത്വആമിഹി, തൻ്റെ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട്. സി, ത്വലബൻ ലി ഉമ്മിഹി, തൻ്റെ അമ്മയെ അന്വേഷിച്ചുകൊണ്ട്. ശരി ഉത്തരം ത്വലബൻ ലി ത്വആമിഹി എന്നാണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തെ ചോദ്യം, മാദാ റഅ അൽ ഉസ്ഫൂറു ഫിൽ ഖഫസി, ഉസ്ഫൂർ കൂട്ടിൽ എന്തിനെയാണ് കണ്ടത്. ഹമാമത്തൻ, ഉസ്ഫൂറൻ, ബബ്ഗാ, ബബ്ഗാഇനെയാണ് കണ്ടത്. മാഹിയ സആദത്തു ഫി നളിരിൽ ബബ്ഗാ, ബബ്ഗാഇന്റെ കാഴ്ചപ്പാടിൽ എന്താണ് സആദത്ത്, സൗഭാഗ്യം എന്താണ്. അൽ ഹുരിയത്താണ് സൗഭാഗ്യം, അത്വആമോ അസ്സിജ്നോ അല്ല. മിൻ ഐന ത്വാറൽ ഉസ്ഫൂർ, ഉസ്ഫൂർ എവിടെ നിന്നാണ് പറന്നത്. മിനൽ ഉശ്ശി, കൂട്ടിൽ നിന്ന്, അതാണ് ശരിയുത്തരം. ഉക്തുബ് ഉൻവാന മുനാസിബൻ ലിഹാദിഹിൽ ഖിസ്സ, ഈ കഥയ്ക്കൊരു അനുയോജ്യമായ ടൈറ്റിൽ എഴുതാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് എഴുതാവുന്നതാണ്. അൽ ഹുരിയത്ത് എന്ന് എഴുതാം, അൽ ഉസ്ഫൂറു വൽ ബബ്ഗാഉ എന്ന് എഴുതാം, അല്ലെങ്കിൽ അൽ ഉസ്ഫൂറുൽ ജാഇഉ, വിശക്കുന്ന ഉസ്ഫൂർ എന്ന് എഴുതാം. അൽ ബബ്ഗാഉ അസ്സജീനു, തടവുകാരനായ ബബ്ഗാ എന്ന് എഴുതാം. അൽ ബബ്ഗാഉൽ ഹസീനു, ദുഃഖിതനായ ബബ്ഗാ എന്ന് എഴുതാം. ആ രൂപത്തിൽ ഏത് ടൈറ്റിൽ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, നക്തുബുൽ മുഫക്കിറ, നമുക്ക് ഡയറി എഴുതാം. നബീലുൻ വലതുൻ, നബീൽ ഒരു കുട്ടിയാണ്. യുഹിബുൽ ഹയവാനാത്തി വത്തുയൂറ, അവൻ മൃഗങ്ങളെയും പക്ഷികളെയും ഇഷ്ടപ്പെടുന്നു. യൗമൻ, ഒരു ദിവസം, ഖറജ മഅ വാലിദിഹി, തൻ്റെ പിതാവിൻ്റെ കൂടെ അവൻ പോയി. ലിസിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത്, മൃഗശാല സന്ദർശിക്കാൻ. റഅ ഫീഹ, അവനവിടെ കണ്ടു. മുഖ്തലിഫൽ ഹയവാനാത്തി, വിവിധ ഇനം മൃഗങ്ങളെ. മിസലൽ അസദി, സിംഹത്തെ പോലെ. വൻ നെമിരി, പുലി. വൽ ഫീലി, ആന. വസ്സറാഫ, ജിറാഫ്. വൽ ഖിർദ്, കുരങ്ങൻ. വ തുയൂറൻ മുതനവ്വിഅത്തൻ, വിവിധ ഇനം പക്ഷികളെയും കണ്ടു. മിസല ത്വാഊസി, മയില്. വന്നആമത്തി, ഒട്ടകപക്ഷി. വൽ ഹമാമത്തി, പ്രാവ്. വൽ ബബ്ഗാ, തത്ത, ഇവയൊക്കെ പോലുള്ള പക്ഷികളെയും കണ്ടു. വഫീ തിൽക ലൈലത്തി, ആ രാത്രി, അറാദ നബീലുൻ, നബീൽ ഉദ്ദേശിച്ചു. അൻ യക്തുബ മുഫക്കിറതൻ, ഒരു ഡയറി എഴുതാൻ. ഹയ്യാനു സായിദുഹു, വരും നമുക്കവനെ സഹായിക്കാം. ഡയറിയുടെ തുടക്കം ഇവിടെ കൊടുത്തിരിക്കുന്നു. ആദ്യം ദിവസം എഴുതുക, പിന്നെ ഡേറ്റ് എഴുതുക, അതിനുശേഷം
അല്യവും അന മസ്റൂറുൻ ജിദ്ദൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡയറി തുടങ്ങുകയാണ്. ഈ ഡയറി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അല്യവും അന മസ്റൂറുൻ ജിദ്ദൻ, ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഖറജ്തു മഅ വാലിദി, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ പുറപ്പെട്ടു. ലിസിയാറത്തെ ഹദീഖത്തുൽ ഹയവാനാത്ത്, മൃഗശാല സന്ദർശിക്കാൻ. വസൽനാ ഹുനാക ഫി സാഅത്തിൽ ആശിറത്തി സബാഹൻ, ഞങ്ങളവിടെ രാവിലെ 10 മണിക്ക് എത്തിച്ചേർന്നു. വതജവ്വൽനാ ഫിൽ ഹദീഖ, സൂയിൽ ഞങ്ങൾ ചുറ്റിക്കറങ്ങി. തജവ്വല മീൻസ് ചുറ്റിക്കറങ്ങി. ഫറഅയ്ന ഹുനാക ഹയവാനാത്തിൻ മുഖ്തലിഫ, അവിടെ ഞങ്ങൾ വിവിധ ഇനം മൃഗങ്ങളെ കണ്ടു. മിസൽ അസദി വൽ നെമിരി വൽ ഫീലി വൽ സറാഫത്തി വൽ ഖിർദ് വതുയൂറം മുതനവ്യ, വിവിധ ഇനം പക്ഷികളെയും കണ്ടു. മിസൽ ത്വാഊസി വൻ നആമത്തി വൽ ഹമാമ. വറജഅന ഇലൽ ബൈത്തി, ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഫിൽ ഖാമിസത്തി മസാഅൻ, വൈകുന്നേരം 5 മണിക്ക്. വക്കാനത്ത് മനാദിർ ഹദീഖത്തുൽ ഹയവാനാത്തി ജമീലത്തൻ ജിദ്ദൻ, മൃഗശാലയിലെ കാഴ്ചകൾ, മനാദിർ കാഴ്ചകൾ, കാനത്ത് ജമീലത്തൻ ജിദ്ദൻ, വളരെ രസകരമായിരുന്നു. ഈ രൂപത്തിൽ നമുക്കൊരു ഡയറി എഴുതാം. ഇനി മൂന്നാമത്തെ ചോദ്യം, നഖ്താറു മിനൽ ഫിഖറത്തി താലിയത്തി, താഴെയുള്ള പാരഗ്രാഫിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാം അൽ മുലാഫ വൽ മുലാഫ ഇലൈഹി, മുലാഫിനെയും മുലാഫുൻ ഇലൈഹിയെയും തിരഞ്ഞെടുക്കാം. വനക്തുബു കമാഫിൽ മിസാൽ, എന്നിട്ട് ഉദാഹരണത്തിലുള്ളതുപോലെ അവ ഈ കോളങ്ങളിലാക്കിക്കൊണ്ട് എഴുതാം. പാരഗ്രാഫ് വായിച്ചു നോക്കാം. വഫി തിൽക്കൽ ലൈലത്തി, ആ രാത്രി റഅ നബീലുൻ ഫിൽ മനാമി, നബീൽ സ്വപ്നത്തിൽ കണ്ടു. ഹദീഖത്ത ഹയവാനത്തിൻ, മൃഗശാല. തഅജ്ജബ നബീലുൻ, നബീൽ അത്ഭുതപ്പെട്ടു. മിൻ റുഇയത്തി ലിബദിൽ അസദി, സിംഹത്തിൻ്റെ സട കണ്ടപ്പോൾ. വ ഹുർത്തൂമിൽ ഫീലി, ആനയുടെ തുമ്പിക്കൈ കണ്ടപ്പോൾ. വ ഉനഖി സറാഫത്തി, ജിറാഫിൻ്റെ കഴുത്ത് കണ്ടപ്പോൾ. വരീശി ത്വാഊസി, മയിലിൻ്റെ പീലി കണ്ടപ്പോൾ. വസാഖിൻ നആമത്തി, ഒട്ടകപക്ഷിയുടെ കാല് കണ്ടപ്പോൾ. വഗൈരിഹ, അതേപോലുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ അവന് അത്ഭുതം തോന്നി. ഇതിൽ നിന്നും മുലാഫും മുലാഫുൻ ഇലൈഹിയും തിരഞ്ഞെടുക്കണം. എന്താണ് മുലാഫ്, മുലാഫ് ഇലൈഹി? ഇളാഫത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 വാക്കുകളാണ് മുലാഫും മുലാഫുൻ ഇലൈഹിയും. ഇളാഫത്ത് ചെയ്യുക എപ്പോഴാണ്? ൻ്റെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇളാഫത്ത് ചെയ്യുന്നത്. ഇവിടെ ലിബദുൽ അസദി, അസദിൻ്റെ ലിബദ്. ഖുർത്തൂമുൽ ഫീലി, ആനയുടെ തുമ്പിക്കൈ. ഉനുഖു സറാഫത്തി, ജിറാഫിൻ്റെ കഴുത്ത്. അങ്ങനെ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇളാഫത്ത് ചെയ്യുന്നത്. ഇളാഫത്ത് ചെയ്യുമ്പോൾ ആദ്യത്തെ വാക്ക് മുലാഫാണ്, രണ്ടാമത്തെ വാക്ക് മുലാഫുൻ ഇലൈഹിയാണ്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു, ലിബദുൽ അസദി. ലിബദ് എന്നത് മുലാഫാണ്, അസദ് മുലാഫുൻ ഇലൈഹിയാണ്. സിംഹത്തിൻ്റെ സട എന്നുള്ളതിൽ സട എന്നത് മുലാഫാണ്, സിംഹം എന്നത് മുലാഫുൻ ഇലൈഹിയാണ്. അതേപോലെ നോക്കുകയാണെങ്കിൽ ഖുർത്തൂമുൽ ഫീലി എന്നതിൽ ഖുർത്തൂമു മുലാഫാണ്, ഫീലി മുലാഫുൻ ഇലൈഹിയാണ്. ഉനുഖു സറാഫത്തി, അതിൽ ഉനുഖ് മുലാഫാണ്, സറാഫത്ത് മുലാഫുൻ ഇലൈഹിയാണ്. രീഷു ത്വാഊസി എന്നതിൽ രീഷ് മുലാഫാണ്, ത്വാഊസ് മുലാഫുൻ ഇലൈഹിയാണ്. സാഖുൻ നആമത്തി, സാഖ് മുലാഫാണ്, നആമത്ത് മുലാഫുൻ ഇലൈഹിയാണ്. മുലാഫ് മുലാഫ് ഇലൈഹിയും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുലാഫിന് അലിഫ്ലാമോ തൻവീനോ ഉണ്ടാവുകയില്ല. അതേപോലെ മുലാഫുൻ ഇലൈഹിയുടെ ഇറാബ് ജറായിരിക്കും. ഒരു വാക്കിൻ്റെ ഇറാബ് ജറാണെങ്കിൽ ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകേണ്ടതാണ്. ഇനി നാലാമത്തെ ചോദ്യം, നുലാഹിലുൽ കലിമാത്തി, വാക്കുകൾ നമുക്ക് നിരീക്ഷിക്കാം. വനുക്കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ പൂരി. ഹാജത്ത്, അതിൻ്റെ നേരെ കൊടുത്തിരിക്കുന്നത് ഹവായിജ് എന്നാണ്. അതായത് ഹാജത്ത് എന്ന വാക്കിൻ്റെ ജം ആണ് ഹവായിജ്. ഹാജത്ത് മീൻസ് ആവശ്യം. അടുത്തത് ഷഅബ്, ജനത, അതിൻ്റെ ജം ഷുഊബ് എന്നാണ്. അടുത്ത കോളത്തിൽ ജം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, മുഫ്രദ് കണ്ടുപിടിക്കണം. അയാദ്, അതിൻ്റെ മുഫ്രദ് ഈദ് എന്നാണ്, പെരുന്നാൾ. അടുത്ത കോളത്തിലും മുഫ്രദാണ് കണ്ടുപിടിക്കേണ്ടത്. ഖബായിൽ എന്ന ജംഇൻ്റെ മുഫ്രദ് ഖബീലത്ത് എന്നാണ്, ഗോത്രം. അടുത്ത സിലാഹ്, ആയുധം, ജംഅ് അസ്ലിഹത്ത്. കബീറുൻ, വലിയത്, വലിയവൻ, ജംഅ് കിബാർ. ഈ നാലാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. ഹംസ, ബാ എന്താണെന്ന് നോക്കാം. നുക്കമ്മിലു ബിസ്തിആനത്തിൽ കലിമാത്തി ഫിദ്ദാഇറത്തി കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ദാഇറത്തിൽ നിന്നും, അതായത് ഈ വൃത്തത്തിലുള്ള കലിമത്തുകളുടെ സഹായത്തോടെ നമുക്ക് താഴെയുള്ള കോളം പൂരിപ്പിക്കാം. ആദ്യം വൃത്തത്തിലുള്ള വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറേ മുലാരിയായ ഫീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം തക്തുബു, എഴുതുന്നു. അതുബഹു, പാകം ചെയ്യുന്നു.
തസ്റഊന കൃഷി ചെയ്യുന്നു, നറൂഹു പോകുന്നു, തസ്ബഹു നീന്തുന്നു, യൽഅബു കളിക്കുന്നു. ഈ ഫീലുകളെല്ലാം മുലാരിയായ ഫീലുകളാണ്. എന്നാൽ ഇവയുടെ ആദ്യത്തിലുള്ള മുലാറാത്തിന്റെ അക്ഷരങ്ങൾ വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നത് കാണാം. ആദ്യത്തെ മുലാറാത്തിന്റെ അക്ഷരം ത എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ വാക്കിൽ ആ എന്നാണ്. മറ്റൊരു വാക്കിൽ വീണ്ടും ത കാണുന്നുണ്ട്, ന ഉണ്ട്, തായുണ്ട്, യാ ഉണ്ട്. മുലാറാത്തിന്റെ അക്ഷരങ്ങൾ 4 എണ്ണമാണ്. യാ, താ, ഹംസ, നൂന്. ഇതിൽ കൂടുതലായും യാ ഉപയോഗിക്കപ്പെടുന്നത് അവൻ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയാണ്. അവൻ ചെയ്യുന്നു. താ ഉപയോഗിക്കുന്നത് അവൾ എന്നുള്ള അർത്ഥത്തിലും നീ എന്നുള്ള അർത്ഥത്തിലുമാണ്. നീ ചെയ്യുന്നു, അവൾ ചെയ്യുന്നു. ഹംസ ആ എന്ന അക്ഷരം ഉപയോഗിക്കുന്നത് ഞാൻ ചെയ്യുന്നു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. നൂൻ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ലമീറുകൾ കൊടുത്തിരിക്കുന്നു ഒന്നാമത്തെ കോളത്തിൽ. ഈ ലമീറുകൾക്ക് ചേരുന്ന മുലാരിയായ ഫീല് ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത് ഇവിടെ എഴുതണം. ഹിയ അവൾ. അവളാകുമ്പോൾ ഇതിൽ ചേരുന്നത് തക്തുബു എന്നും എഴുതാം, തസ്ബഹു എന്നും എഴുതാം. രണ്ടും താ കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ തസ്ബഹു എന്ന് എഴുതിയിരിക്കുന്നു. അവൾ നീന്തുന്നു. അടുത്തത് അൻത എന്നാണ്. നീ. ഒരു പുരുഷനോട് നീ എന്ന് പറയാനാണ് അൻത ഉപയോഗിക്കുന്നത്. അൻതയോട് യോജിക്കുന്ന വാക്ക് തക്തുബു എന്നാണ്. അൻത തക്തുബു, നീ എഴുതുന്നു. അന ഞാൻ. ഞാനാകുമ്പോൾ ഹംസയാണ്. അപ്പോൾ അത്തുബഹു, അന അത്തുബഹു, ഞാൻ പാകം ചെയ്യുന്നു. നെഹനു ഞങ്ങൾ. ഞങ്ങൾ നെറൂഹു, നെഹനു നെറൂഹു, ഞങ്ങൾ പോകുന്നു. അൻതും നിങ്ങൾ. പുരുഷന്മാരോട് നിങ്ങൾ എന്ന് പറയാനാണ് അൻതും ഉപയോഗിക്കുന്നത്. അൻതും തസ്റഊന, നിങ്ങൾ കൃഷി ചെയ്യുന്നു. ഹുവ അവൻ, യൽ അബു കളിക്കുന്നു. ഹുവ യൽ അബു അവൻ കളിക്കുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സർഫാക്കുന്നത് പഠിക്കൽ നിർബന്ധമാണ്. യഫ് അലു, യഫ് അലാനി, യഫ് അലൂന എന്നുള്ള 14 രൂപങ്ങളും സർഫാക്കി പരിശീലിക്കുക. നുക്കമ്മിലുൽ മുഖാബല. 5ാമത്തെ ചോദ്യം. ഇൻ്റർവ്യൂ പൂർത്തിയാക്കാം. ഷിഹാബുൻ മുഹന്ദിസുൻ മാഹിറുൻ. ഷിഹാബ് ഒരു നിപുണനായ എഞ്ചിനീയറാണ്. ഉംറുഹു 25 സന. അവൻ്റെ പ്രായം 25 വയസ്സാണ്. യംലിക്കു മുഅഹിലൽ ബക്കാലൂരിയൂസ് ഫിൽ ഹന്തസത്തി മിൻ ജാമിഅത്തി കുസാറ്റ്. കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഞ്ചിനീയറിങ്ങിലുള്ള ഒരു ബാച്ചിലർ ഡിഗ്രി അവൻ കരസ്ഥമാക്കിയിരിക്കുന്നു. ഹുവ യഅമലു ഫി ശരിക്കത്തിൻ അമരിക്കിയത്തിൻ. അവനൊരു അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഫിൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ, സൗദി അറേബ്യയിലെ. മുൻപ് 3 സനവാത്തിൻ 3 വർഷമായിട്ട്. റാത്തയോമിൻ ഒരു ദിവസം. വജദ ഫിൽ ജരീദത്തി ഇഅ്ലാനൻ. അവൻ പത്രത്തിലൊരു ഇഅ്ലാൻ പരസ്യം കണ്ടു. അൻ വലീഫത്തിൽ മുഹന്ദിസി. എഞ്ചിനീയർ പോസ്റ്റിന് വേണ്ടിയുള്ള ഒരു പരസ്യം. ഫി ശരിക്കത്തിൻ ഹിന്ദിയത്തിൻ ബിദൽഹി. ഡൽഹിയിലുള്ള ഇന്ത്യൻ കമ്പനിയിലേക്ക് എഞ്ചിനീയർ പോസ്റ്റിന് വേണ്ടിയുള്ള ഒരു പരസ്യമാണ് കണ്ടത്. അർസല സീറത്തഹു സാത്തിയ. അവൻ തൻ്റെ ബയോഡാറ്റ അയച്ചു. ഇലാ തിൽക ശരിക്കത്തി. ആ കമ്പനിയിലേക്ക് അബ്ര ബരീദിൽ ഇലക്ട്രോണി, ഇമെയിൽ മുഖേന. വജറത്തിൽ മുഖാബലത്തു ബൈനഹു വ ബൈന മുദീരി ഖിസ്മി തൗലീഫ്. അവനും മുദീറു ഖിസ്മി തൗലീഫ്, റിക്രൂട്ടിംഗ് മാനേജർക്കുമിടയിലൊരു ഇൻ്റർവ്യൂ നടന്നു. അബ്ര മുഖാലമത്തി വീഡിയോ കോൾ മുഖേന. ആ ഇൻ്റർവ്യൂ ആണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഷിഹാബ് ആദ്യം പറയുന്നു സബാഹൽ ഖൈർ. അപ്പോൾ മുവല്ലഫ് എന്ത് പറയും? സബാഹുൻ നൂർ, തഫല്ലൽ, വെൽക്കം. ഷിഹാബ് ശുക്രൻ, താങ്ക്സ്. മുവല്ലഫ് അരിഫ് നഫ്സക്ക, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. താങ്കൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്തൂ. അതിനാണ് അരിഫ് നഫ്സക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഷിഹാബ് തൻ്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയണം. ഇവിടെ നമ്മൾ പേരും ജോലിയും മാത്രം പറഞ്ഞാൽ മതി. അന ഷിഹാബ് അഅമലു മുഹന്ദിസൻ ഫി ശരിക്കത്തിൻ അമരിക്കത്തിൻ ഫിൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ. ഞാൻ സൗദി അറേബ്യയിലെ ഒരു അമേരിക്കൻ കമ്പനിയിൽ എഞ്ചിനീയറായിക്കൊണ്ട് ജോലി ചെയ്യുന്നു. മുവല്ലഫ് ഡാഷ്. മുവല്ലഫ് എന്താണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാകാൻ ഷിഹാബ് പറയുന്ന മറുപടി നോക്കിയാൽ മതി. ഷിഹാബ് പറയുന്നത് 25 എന്നാണ്, 25. നമ്മൾ പാരഗ്രാഫിൽ വായിച്ചത് ഷിഹാബിന് 25 വയസ്സായിരുന്നു എന്നാണ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക താങ്കളുടെ പ്രായം എത്ര എന്നാണ്. അതെങ്ങനെ ചോദിക്കാം? കം ഉംറുക, താങ്കളുടെ പ്രായം എത്രയാണ്? ഷിഹാബ് 25 സനത്തൻ, 25 വയസ്സ്.
മുവല്ലഫ് വമാ മുഅഹിലാത്തുക, നിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ബക്കാലൂരിയൂസ് ഫിൽ ഹന്തസ, എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയാണ്. മുവല്ലഫ് നഅം, അതെ. ലീ ഖിബ്റത്തു സലാസി സനവാത്തിൻ, എനിക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. അതെങ്ങനെ ചോദിക്കും? ഹൽ ലദൈക ഖിബ്റത്തുൻ, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? നഅം ലീ ഖിബ്റത്തു സലാസത്തി സനവാത്തിൻ. മുവല്ലഫ് സനത്തസിലു ബിക ലാഹിഖൻ, വി വിൽ കോണ്ടാക്ട് യു ലേറ്റർ. സനത്തസിലു, ഞങ്ങൾ ബന്ധപ്പെടാം, ബിക, താങ്കളെ, ലാഹിഖൻ, പിന്നീട്. ഷിഹാബ് ശുക്രൻ, താങ്ക്സ്. ഇനി 6ാമത്തെ ചോദ്യം, നുതർജിമുൽ ജുമല താലിയത്ത, താഴെയുള്ള ജുംലകൾ, സെൻറ്റൻസുകൾ നുതർജിമു, ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഇലൽ ഇഞ്ചിലീസിയ, ഇംഗ്ലീഷിലേക്ക്. താഴെ 3 സെൻറ്റൻസുകൾ കൊടുത്തിരിക്കുന്നു, അവ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒന്നാമത്തത് അന അമരിക്കിയുൻ, ഞാനൊരു അമേരിക്കക്കാരനാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ആം എൻ അമേരിക്കൻ. രണ്ടാമത്തത് മാ ഉംറുക, നിൻ്റെ വയസ്സെത്രയാണ്? അത് ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കാം. മൂന്നാമത്തത് സഅത്തസിലു ബിക ഗദൻ, ഞാൻ നിന്നെ നാളെ ബന്ധപ്പെടാം. അത് ഐ വിൽ കോണ്ടാക്ട് യു ടുമാറോ എന്ന് പറയാം. ഇനി അതിൽ ബാ, നഖ്താറുൽ ഔഫഖ, യോജിച്ചത് തിരഞ്ഞെടുക്കാം. വനക്തുബു ഇസ്മഹ, എന്നിട്ട് അവയുടെ പേരെഴുതാം. അൻ നജ്ജാറു, ആശാരി, യസ്തഖ്ദിമു ഡാഷ്, യസ്തഖ്ദിമു മീൻസ് ഉപയോഗിക്കുന്നു. ആശാരി ഇതിൽ നിന്നും എന്താണ് ഉപയോഗിക്കുക? ഈ ചുറ്റികയാണ്. ഇതിന് ഷാക്കൂഷ് എന്ന് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അൻ നജ്ജാറു യസ്തഖ്ദിമു ഷാക്കൂഷ്. അടുത്തത് അൽ മുസമ്മിമു യസ്തഖ്ദിമു. മുസമ്മിം മീൻസ് ഡിസൈനർ, ഡിസൈനർ ഉപയോഗിക്കുന്നു. ഡിസൈനർ ഇതിൽ ഉപയോഗിക്കുക ഈ കമ്പ്യൂട്ടറാണ്. അപ്പോൾ അൽ മുസമ്മിമു യസ്തഖ്ദിമുൽ ഹാസുബ, മുസമ്മിമ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് ചോദ്യങ്ങൾ. ഉത്തരം എഴുതേണ്ട രീതി ഇതാണ്. എല്ലാവരും നന്നായി തയ്യാറായി പരീക്ഷ എഴുതുക. വിജയാശംസകൾ നേരുന്നു.